ആരാ മരിച്ചവരെ മറക്കാത്തത്? ഏത് മക്കളാ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ മറക്കാത്തത്? ഏത് ഭർത്താവാ ഭാര്യയെ മറക്കാത്തത്? ഏത് ഭാര്യയാ ഭർത്താവിനെ മറക്കാത്തത്? ഏത് കൂട്ടുകാരനാ കൂട്ടുകാരെ മറക്കാത്തത്? മരിച്ചവരെ മറക്കുമെന്നറിയാം, അവരെ ഓർക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടിന്റെ അരികിൽ എന്ന് വരാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്ന് വിട്ടുപോയത്. ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ഈ ദുനിയാവിൽ 10-40 കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്. ആ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസം എത്ര താല്പര്യത്തോടെ ആ കൂട്ടുകാർ വന്നിരുന്നത്, എന്റെ ബന്ധുക്കൾ വന്നിരുന്നത്, എന്റെ ഭാര്യ വീട്ടുകാർ വന്നിരുന്നത്, എന്റെ മറ്റു സ്നേഹിതന്മാര് വന്നിരുന്നത്. അതേ സമയത്ത് ഇത് 40 കൊല്ലത്തിനുള്ള വീടല്ല, 400 കൊല്ലത്തിനുള്ള വീടല്ല, ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് ഒറ്റക്ക് താമസിക്കാനുള്ള ഭവനമാ. ഈ ഭവനത്തിന്റെ അരികിൽ വന്നിട്ട് എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടൊന്ന് വിലയിരുത്താൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ ആത്മാവ് പൊട്ടിക്കരയുന്നു. വീണ്ടും അവിടുന്ന് കബറിലേക്ക് എടുക്കുന്നു. മയ്യത്ത് കബറിന്റെ കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ സ്ട്രെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് അങ്ങേറ്റ് വാങ്ങിയിട്ട് ഈ മയ്യത്ത് ചരിച്ച കബറിൽ കിടത്തുന്നത്. ആഖിർ സമാനിലെ മക്കളെ, എങ്ങനെയാ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. ഈ നാട്ടില് എത്ര കൊലകൊൻപന്മാര് കഴിഞ്ഞുപോയി, എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞുപോയി, എത്ര മുതലാളിമാര് കഴിഞ്ഞുപോയി, എത്ര സമ്പന്നർ കഴിഞ്ഞുപോയി. നാട് വിറപ്പിച്ചവരില്ലയോ? വില്ലാട് വീരന്മാരില്ലയോ? ഒരു വിരൽ തുമ്പ് കൊണ്ട് ലോകം നിയന്ത്രിച്ചവരില്ലയോ? അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെയാ കിടക്കുന്നത്. ആരെ വീടും വ്യത്യാസമില്ല, എല്ലാവരുടെ വീടും ഒരുപോലെയാ. കോടികൾ ചെലവഴിച്ചാർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും അടിക്കളിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും തണുപ്പ് തപ്പുന്ന AC റൂമിൽ കിടന്ന് സുഖിച്ചവരും 24 മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും എല്ലാവരുടെ വീടും ഒരുപോലെയാ. ഒരാളെ വീടും ടൈൽസ് ഇട്ട് മിനുക്കിയിട്ടില്ല, സിമന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല, വിശാലത കൂട്ടിയിട്ടില്ല, സൗകര്യപ്പെടുത്തിയിട്ടില്ല. ചെരിഞ്ഞു കിടക്കാൻ മാത്രം വലിപ്പമുള്ളൊരു കബറ്. മുന്നോട്ടില്ല, പിന്നോട്ടില്ല, ഇടത്തോട്ടില്ല, വലത്തോട്ടില്ല. നിന്നെ പതിയതാ കബറിൽ ചരിച്ച് കിടത്തുന്നു. മലർന്നു കിടത്താൻ പാടില്ലല്ലോ, കമഴ്ത്തി കിടത്താൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് ചരിച്ചു തന്നെ കബറിൽ കിടത്തണം. സുബ്ഹാനല്ലാഹ്, ഏത് മുതലാളിക്കും ഏത് തൊഴിലാളിക്കും ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ. ബനാറസിന്റെ പട്ടുസാരികളില്ല, 25,000 കോട്ടുകളില്ല, 10,000 തുണികളില്ല, വല്ലേ കോടികളുടെ വാച്ചുകളില്ല. ആ എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ. ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട് നിന്റെ മീതെയുള്ള കെട്ടുകൾ അഴിച്ചിട്ട് നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു തലയിണ പോലെ നിന്റെ കവിളത്തി വെച്ചിട്ട് നിന്റെ കവിള മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട് ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ടിട്ട് ഭാരിച്ച കല്ലുകൾ മേലെ വരുന്നു. ആ കല്ലുകൾ വന്നിട്ട് ഓരോന്നായി അടുക്കി വെക്കുന്നു, ഓരോ ഹോളുകളും അടയ്ക്കുന്നു. എന്തൊരു ചൂടാ, എന്തൊരു
എന്തൊരു ഇരുളാ, എന്തൊരു കഷ്ടപ്പാടാ. ആ ഖബർ മാറായിട്ട് എല്ലാ ഓളുകളും അടച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലേക്ക് എറിയുന്നു. നിന്റെ ഭർത്താവിതാ മേലേക്ക് മണ്ണിടുന്നു. നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനിതാ മേലേക്ക് മണ്ണിടുന്നു. വല്ലാത്തൊരു ധൈര്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ശൈഖ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പാന്റെ ഖബറിന്റെ മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു, ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഉപ്പാപ്പ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ? ഇല്ല ഇല്ല, കൽബുള്ളവർക്ക് കഴിയില്ല, മനസ്സുള്ളവർക്ക് കഴിയില്ല, ആത്മബന്ധമുള്ളവർക്ക് കഴിയില്ല. ആ ഒരുമിച്ച് കൂടി ആളുകൾ മണ്ണിടുന്നു, കൈക്കോട്ട് കൊണ്ട് കബറുകൾ നിറയ്ക്കുന്നു, ഒരു മീസാൻ കല്ലും കുത്തുന്നു, ഒരു ചെടിയും വെക്കുന്നു, ഒരു തൊട്ടി വെള്ളവും ഒഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കണോ, ഏതോ ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. യാസീൻ ഓതാൻ സമയം കിട്ടാറില്ല, ഖത്മ് തീർക്കാൻ സമയം കിട്ടാറില്ല. ഷാഫി ഇമാം പറഞ്ഞു, ആ സമയത്തിൽ ഖത്മ് തീർക്കലാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആർക്കുണ്ട് സമയം, ആർക്കുണ്ട് നേരം? ഇതൊന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാമായിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോരുമ്പോ എല്ലാവരും പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കിടന്നടോ, അനുഭവിച്ചടോ, ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും, നിന്റെ ഹുങ്കാരങ്ങൾക്കും, നിന്റെ തമ്മാടിത്തരങ്ങൾക്കും, നിന്റെ എല്ലാ വിഴുപ്പലക്കലുകൾക്കും മതിയായത് അനുഭവിച്ചോ. നീയായി നിന്റെ പാടായി. മക്കളാകുന്ന ഞങ്ങൾ നിങ്ങളെ കൂടെയില്ല, വാപ്പയാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ഭർത്താവാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ആരും നിന്റെ കൂടെയില്ല, കൂട്ടുകാർ കൂടെയില്ല. നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരുകയാ. പിരിഞ്ഞു പോന്നാൽ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ആ മനുഷ്യന്റെ ബർസഖി ജീവിതം തുടങ്ങുകയാ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഈ ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതാരാ? ഇനി സാധ്യം സംഭവിക്കുന്നതെന്താ? ഹബീബായ തങ്ങൾ പറയുന്നു, അൻത അവ്വലു മൻ സഅലനി. ആരും ഇന്ന് വരെ എന്നോട് ഇത് ചോദിച്ചില്ല, നിങ്ങളാണ് ആദ്യമായിട്ടത് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്നത്, ചേതനയറ്റിരിക്കുന്ന ശരീരത്തിന്റെ അരികിൽ കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാ. ഈ മലക്കിന്റെ ഡ്യൂട്ടി തന്നെ ഭൂമിക്കടിയില്, ഭൂമിന്റെ പുറത്തല്ല, ഭൂമിയുടെ ഉള്ളിലൂടെ കറങ്ങുന്ന മലക്കാണ്. ഈ മലക്കാണ് ഈ ഖബറിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തി തന്റെ തേറ്റപ്പല്ല് കൊണ്ട് കുത്തിത്തുരന്ന് ഈ ഖബറിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാ. ഇരുന്നിട്ട് ഈ മലക്ക് ചെയ്യുന്നതെന്താ? സുബ്ഹാനല്ലാഹ്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഖബറിന്റെ മുകളിലാണ് ഉള്ളത്. അത് മറവ് ചെയ്തിട്ടില്ല, അത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. ഡെഡ് ബോഡി ഖബറിലാ, ആത്മാവ് മുകളിലാ. ആത്മാവിനോടാണ് തൽക്കീൻ ചൊല്ലിക്കൊടുത്തത്, ആത്മാവിനെയാണ് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. ഈ ആത്മാവ് മുകളിൽ കിടക്കുന്ന ആത്മാവും ഈ താഴ്ഭാഗത്തുള്ള ശരീരവും തമ്മിൽ ഈ മലക്കൊന്ന് കണക്ഷൻ കൊടുക്കുകയാ. ഇതങ്ങ് ബന്ധിപ്പിക്കുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന ശരീരം ഹയാത്താകുന്നു. ഈ ദുനിയാവിലെ ഹയാത്ത് പോലെയല്ല, തന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ഹയാത്തുണ്ടാകുന്നത്. ആ നെഞ്ഞിന്റെ താഴോട്ട് ഹയാത്തില്ല. കാലനക്കൂല, കാലിൽ ഹയാത്തില്ല.
കൈകളും തന്റെ നെഞ്ഞിന്റെ മേൽപോട്ടും മാത്രം ഹയാത്താകുന്നു. കണ്ണ് തുറക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർത്തു നോക്കൂ, കൃത്യമായി ചിന്തി